പ്രൈസ് ലോർഡ്. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസ് വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വീണ്ടും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. നിങ്ങളുടെ കോളുകൾക്കായി സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നോക്കുവിൻ, ഇത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിക്കുവാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽക്കുവാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽക്കുവാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. എനിക്കോ കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ക്രൂശിലെ പ്രശംസ. ദൈവമക്കളെ, പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ പ്രശംസിക്കുന്നില്ലെന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമേ പ്രശംസിക്കുന്നുള്ളൂ എന്ന് പൗലോസ്ലീഗ അടിവരയിട്ട് പറയുക. ക്രൂശ് നിന്ദയുടെയും ലജ്ജയുടെയും മാത്രം പ്രതീകമായിരുന്ന കാലത്ത് ക്രൂശിലെ പ്രശംസയെ താൻ ഉയർത്തി കാണിക്കുക. ദൈവമക്കളെ, ഈ ലോകത്തിൽ പലർക്കും പലതിലും പ്രശംസയുണ്ട്. ജോലിയിലോ, ആമേൻ സ്തോത്രം, വീട്ടുപേരിലോ, പാരമ്പര്യത്തിലോ, ആമേൻ സ്തോത്രം, പലവിധമായ പ്രശംസകൾ ഉണ്ട്. നല്ല കാര്യമാണ്. എന്നാൽ ഒന്നാമത് നിൽക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. കാരണം ആ കാൽവറി ക്രൂശാണ് നമ്മെ പിതാവാം ദൈവത്തോട് അടുപ്പിച്ചത്. ആ ക്രൂശിൽ യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും പുറംപറമ്പിൽ കെട്ടപ്പെട്ട കഴുതയെ പോലെ കിടക്കുമായിരുന്നു. ആ ക്രൂശിലെ യാഗമരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ച ആ സ്വർഗീയ അനുഗ്രഹത്തെ ഓർത്ത് നമ്മളെന്നും ദൈവത്തെ സ്തുതിക്കണം, വാഴ്ത്തണം. നമ്മുടെ പാപക്കറകളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് പിതാവാം ദൈവത്തോട് നമ്മളെ അടുപ്പിച്ച ആ വലിയ സ്തോത്രം ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കായി നമ്മൾ ദൈവത്തെ ദിവസവും സ്തുതിക്കണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ധന്യനായ പൗലോസ്ലീഗ ഇങ്ങനെ പറയുന്നു: നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ആരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാരെന്ന് പൗലോസ്ലീഗ പറയുകയാണ്? അത് ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്നവർ. ഈ പൗലോസ്ലീഗയ്ക്ക് ജഡത്തിൽ ഒരുപാട് പ്രശംസിക്കുവാനുണ്ടായിരുന്നു. താൻ അതിനെയെല്ലാം വെറും ഛേദമെന്നെണ്ണുകയാണ്. തനിക്ക് ജഡത്തിൽ പ്രശംസിക്കുവാൻ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, ആമേൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ആമേൻ പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനുനിന്ദൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. തന്റെ ജഡത്തിലെ പ്രശംസ എല്ലാം താൻ വലിച്ചെറിഞ്ഞിട്ട്
താൻ പറയാ, ഇതൊന്നുമല്ല എന്റെ പ്രശംസ. എന്റെ പ്രശംസ എന്നെ പിതാവാം ദൈവത്തോട് അടുപ്പിച്ച ആ പാപികൾ ഒന്നാമനായിരുന്ന എന്റെ പാപക്കറകളെ കഴുകി ആ സ്വർഗീയ ദർശനം തന്ന് എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിന്റെ ക്രൂശ എന്റെ പ്രശംസ. ദൈവമക്കളെ, നമ്മള് ആ പ്രശംസ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എല്ലാം പരാജയമാകും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, 3-4 പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പിതാവായ ദൈവവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മൾക്ക് പകരക്കാരനായി ഏൽപ്പിച്ചു തന്ന ദൈവം. ദൈവമക്കളെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന ദൈവം. ഞാനും നിങ്ങളും തകരപ്പെടേണ്ട ഇടത്ത്, നമ്മൾ ചാട്ടവാറിന്റെ അടികൊള്ളേണ്ട ഇടത്ത്, നമ്മൾ തകരപ്പെടേണ്ട ഇടത്ത് നമ്മൾക്ക് വേണ്ടി തകരപ്പെട്ട ദൈവം, സബ്സ്റ്റിറ്റ്യൂട്ടായ ദൈവം, പകരക്കാരനായ ദൈവം. ആ ദൈവത്തിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. നാം പാപനിമിത്തം മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ നോക്ക് ദൈവമക്കളെ, നമ്മൾക്ക് വേണ്ടി പകരക്കാരനായ ദൈവം. നമ്മൾ തകരപ്പെടേണ്ട ഇടത്ത് നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്ന് ക്രൂശിൽ കയറി യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം തന്ന ദൈവം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവമക്കളെ, അവൻ നമ്മുടെ പ്രശംസ ആരിലാണ്? നമ്മൾക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന ദൈവം. ദൈവമക്കളെ, ഒരിക്കലും മറന്നു പോകരുത്. നീ തകരേണ്ട ഇടത്ത്, ഞാൻ തകരേണ്ട ഇടത്ത്, നമ്മൾ നിത്യ നരകത്തിൽ പോകേണ്ട ഇടത്ത് നമ്മൾക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന യേശു കർത്താവ് നമ്മുടെ സകല പാപത്തിന്റെയും ശിക്ഷ തന്റെ മേൽ ഏറ്റെടുത്ത് താൻ അതനുഭവിച്ച് നമ്മളെ നിത്യരാജ്യത്തിന് യോഗ്യരാക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ നമ്മൾ പ്രശംസിക്കണം. Praise the Lord. Hallelujah. Praise the Lord. 2, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഗലാത്യർ 3:13 നമ്മൾ വായിക്കുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. അപ്പൊ നമ്മളെ ദൈവം വിലയ്ക്കു വാങ്ങി ക്രൂശ് മരണത്തിൽ കൂടെ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, വ്യർത്ഥമായ പാരമ്പര്യത്തിന്റെ നടപ്പിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു. ദൈവമക്കളെ, വ്യർത്ഥവും പൊതുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അപ്പൊ നമ്മള് പ്രശംസിക്കണ്ടേ ദൈവമക്കളെ? നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ ആ സ്നേഹം, ആ കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ചിന്തിയ രക്തം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മൾക്ക് സമാധാനം തന്നു എന്ന് കൊലോസ്യർ 1:20 നമ്മൾ വായിക്കുന്നു.
അപ്പോൾ സമാധാനം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല. സമാധാനം വാങ്ങിക്കാൻ ആരും ബാങ്കിൽ പോയി ക്യൂ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. സമാധാനം ഒരിടത്തുണ്ട്, അത് യേശു ക്രിസ്തുവിലുണ്ട്. അവൻ സമാധാനത്തിന്റെ പ്രഭുവാ. കൊലോസ്യർ 1:20 പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം നമ്മൾക്ക് സമാധാനം ഉണ്ടായിരുന്നു. സമാധാനമുണ്ടായി. സമാധാനമില്ലാതെ നടന്നയിടത്ത്, പിശാചിന്റെ അടിമനുഖത്തിൽ നടന്നയിടത്ത്, ആമേൻ, യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്ന് നമ്മൾക്ക് വേണ്ടി പകരക്കാരനായി നമ്മുടെ ശിക്ഷയെ അവൻ ഏറ്റെടുത്ത് നമ്മൾക്ക് സമാധാനം തന്ന ദൈവത്തെ നമ്മൾ ശക്തിയോടെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ സ്തോത്രം നമ്മുടെ പകരക്കാരനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ സമാധാനം തന്നില്ലേ? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുവശത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇപ്പൊ ക്രൂശിൽ കർത്താവ് ചെയ്ത കാര്യം നമ്മൾ പ്രശംസിക്കണം. വേർപാടിന്റെ നടിച്ചുവർ ദൈവം ഇടിച്ചു കളഞ്ഞു. പിതാവാം ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. ആമേൻ, സമയം കൂടാതെ, ആമേൻ, കാലം നോക്കാതെ, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ അവൻ, സ്തോത്രമല്ലേലൂയ, ഒരു പുതുവഴി നമ്മൾക്കായി തുറന്നു. ആ ചുവരിനെ ദൈവം ഇടിച്ചു കളഞ്ഞു. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം, എത്ര വലിയ അനുഗ്രഹമാ ദൈവം തമ്പുരാൻ, ആമേൻ, നമ്മൾക്ക് വേണ്ടി ചെയ്തത്. അവന്റെ കാൽവരി ക്രൂശിനെ നമ്മൾ പ്രശംസിക്കുന്നവരാകണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. നാലാമതായി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ആമേൻ, നമ്മൾക്ക് ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ യാഗമരണം കൊണ്ട് അന്ധകാര ശക്തിയുടെ മേൽ നമ്മൾക്കൊരു ജയം കിട്ടി. കൊലോസ്യർ 2:14-15 നമ്മൾ വായിക്കുന്നു, അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് അവനെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടായി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഓഹോ, ഹല്ലേലൂയ, വിക്ടറി ഓവർ ഡാർക്ക്നെസ്. ദൈവമക്കളെ, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തത് പിശാചിന്റെ ആയുധവർഗത്തെ അവൻ സറണ്ടർ ചെയ്യിച്ചു. അവന്റെ സ്തോത്രം, ഹല്ലേലൂയ, സകല ബലത്തെയും ദൈവം ചവിട്ടി മെതിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾക്ക് അന്ധകാര ശക്തികളുടെ മേൽ ദൈവം ജയം തന്നു. അതാ യെശയ്യാവ് 54:17 നമ്മൾ വായിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. കാരണം ആയുധം അവന്റെ കയ്യിലില്ല. ആ ആയുധം സർവശക്തനായ ദൈവം കാൽവറിയിലെ തന്റെ ക്രൂശ് മരണത്തിൽ അവൻ ചവിട്ടി മെതിച്ച് അവന്റെ സകല ശക്തിയെയും ഇല്ലാതാക്കി, അവന്റെ ബലത്തെ ക്ഷയിപ്പിച്ച് അവനെ ഒരു വെറും ഷാഡോ ആക്കി ദൈവം മാറ്റി. ആമേൻ, നീ പ്രശംസിക്ക്. നിന്റെ ജീവിതത്തിൽ ദുഷ്ടപിശാചിന് ഒരു സ്ഥാനവുമില്ല. നിന്റെ ജീവിതത്തെ ദുഷ്ടപിശാചിനെ തൊടാൻ കഴിയത്തില്ല. കാരണം അവന്റെ ശക്തിയെ ദൈവം ഇല്ലാതാക്കി. പ്രൈസ് ദി ലോർഡ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണപര്യന്തം ആബേൽ, സ്തോത്രം, ആബേൽ മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ നിന്റെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ക്രൂശിലെ തന്റെ മരണത്താൽ ദൈവം അടിയറവിപ്പിച്ചു. ഇനി നിന്നെ ഭയപ്പെടുത്തുവാൻ ആ ദുഷ്ടപിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാവരമോ, ആമേൻ, ക്രിസ്തുവേശുവിൽ നിത്യ ജീവൻ തന്നെയാണ്. അപ്പൊ പാപത്തിനൊരു ശമ്പളം മരണമുണ്ടായിരുന്നു.
ആ മരണത്തെ കാൽവറി ക്രൂശിൽ വെച്ച് ദൈവം തുടച്ചു മാറ്റി. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ. ആ മരണത്തിന്റെ ഭീതിയെ മാറ്റി നിത്യജീവൻ തമ്പുരാൻ നമുക്ക് തന്നു. അതാ ധന്യനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേ, സ്തോത്രമല്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുകൂടി ആ സ്തോത്രം, അവൻ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. ആ മരണത്തോട് അവൻ ചോദിക്കുക, നിന്റെ മരണമേ, നിന്റെ ജയം എവിടെ? യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. മരണത്തിന്മേൽ അധികാരമുള്ള ദൈവം, അവൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നീ പ്രശംസിക്ക. യേശു കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നീ മരിച്ചാലും വീണ്ടും നീ ജീവിക്കും. സ്തോത്രം. യേശു തമ്പുരാൻ മധ്യാകാശത്തിൽ തന്റെ ദൂതന്മാരുമായി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. ആമേൻ. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർക്ക് മുൻഗണനയുണ്ട്. പിന്നെ ജീവനോട് ആമേൻ ക്രിസ്തുവിനെ അനുകാരികളായി ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവമക്കൾ, ആമേൻ സ്തോത്രം, കണ്ണ് ഇമയ്ക്കുന്നിടയിൽ ഇവിടെ നിന്ന് രൂപാന്തരപ്പെടും. നമ്മുടെ പ്രശംസ നമ്മുടെ ധനത്തിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ പാരമ്പര്യത്തിലോ നമ്മുടെ വസ്തുവകളിലോ മറ്റൊന്നിലും ആകരുത് ദൈവമക്കളെ. അതൊക്കെ ഈ ലോകത്തിൽ ഇട്ടിട്ട് പോകേണ്ടതാ. അത് നൈമിഷികമാ. ആമേൻ സ്തോത്രം. എന്നാൽ നമുക്ക് പ്രശംസിക്കേണ്ടതൊന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്. ആ ക്രൂശ് മരണത്തിൽ കൂടെ നിനക്കൊരു നിത്യത ദൈവം തന്നിട്ടുണ്ട്. ആ ക്രൂശ് മരണത്തിൽ കൂടെ നിനക്കൊരു വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ട്. ആ ക്രൂശ് മരണത്തിൽ കൂടെ നീ തകരേണ്ട ഇടത്ത് നിനക്കൊരു പകരക്കാരനായി. ആമേൻ. ആ ക്രൂശ് മരണത്തിൽ കൂടെ നിനക്ക് ദൈവിക സമാധാനം ദൈവം തന്നു. ആ ക്രൂശ് മരണത്തിൽ കൂടെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ആ ക്രൂശ് മരണത്തിൽ കൂടെ നിനക്ക് അന്ധകാര ശക്തികളുടെ മേൽ ഒരു ജയം തന്നു. ആകയാൽ നിന്റെ പ്രശംസ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാകട്ടെ. ആ ക്രൂശിനെ ഉയർത്തുക. നീ മാനിക്കും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. എന്റെ കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രൂശിന്റെ പ്രശംസ അവരിൽ നിന്നും മായാതെ പോകട്ടെ. അവരെല്ലാ കാലത്തും സ്തോത്രം കർത്താവിന്റെ ക്രൂശിനെ പ്രശംസിക്കുന്നവരാകട്ടെ. ആ വലിയ വിടുതലും അനുഗ്രഹവും നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവേ, രോഗികളായി മാനസികമായ പ്രയാസത്താൽ, സാമ്പത്തികമായ വിഷയ ഞെരുക്കത്താൽ കർത്താവെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവർക്ക് വിടുതൽ റിലീസ് ചെയ്യാണ്. അത്ഭുത വിടുതൽ അവരുടെ മേൽ നടക്കട്ടെ. ഞങ്ങൾ മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും തമ്പുരാൻ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. ഞങ്ങളുമായി ആമേൻ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മേ ഗോഡ് ബ്ലസ് യു ഓൾ അബൻഡന്റ്ലി.